മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയായ സരോജിനിയാണ് കൊല്ലപ്പെട്ടത്. നിലമ്പൂർ ഉച്ചക്കുളം കോളനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം ആദിവാസി സ്ത്രീ ജീവൻ വെടിഞ്ഞ് കിടക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായത്. പക്ഷേ ഇവിടുന്ന് ഈ മൃതദേഹം കൊണ്ടുപോകുവാൻ പ്രദേശവാസികൾ സമ്മതിക്കുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം വേണം. കളക്ടർ ഇവിടെ എത്തണം എന്നൊരാവശ്യമാണ് ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ DCC പ്രസിഡന്റ് VS ജോയ് അതുപോലെ അരുൺ ഷൗക്കത്തൊക്കെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് എല്ലാവരും അത് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് അവസ്ഥ? അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിരന്തരമായി ഈ ആക്രമണങ്ങളെ നേരിടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു. ഒരു പരിഹാരവും ഇതിനില്ല. DFOയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വന്ന് പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു, പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു. ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവർ പറയുന്നത് ശാശ്വതമായൊരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ശാശ്വതമായ പരിഹാരം ഇവിടെ വെച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം ബോഡി എടുത്താൽ മതി എന്നുള്ളതാണ്. അവർ പറയുന്നത് വളരെ ന്യായമാണ്. അവരുടെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഒരു സുരക്ഷിതത്വമില്ല. അപ്പം നിങ്ങൾക്കറിയാലോ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വനസമ്പത്താണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരെ, ഈ കോളനിവാസികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് എന്തുകൊണ്ട് വിനിയോഗിച്ചൂടാ? ഇപ്പോഴും ഫണ്ടില്ല എന്നാ പറയുന്നത്. ഓരോ വർഷവും എത്ര ലക്ഷം രൂപയുടെ സ്വത്താണ് ഇവിടുന്ന് പോകുന്നത് ഈ വനമേഖലയിൽ നിന്ന്. ആ സ്വത്തിന്റെ ഇടയിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന കൂട്ടമായ ആക്രമണങ്ങളെ നേരിടുന്നത്. ഇപ്പൊ പറയുന്നു കിഫ്ബി ആയിരുന്നു, കിഫ്ബിയിൽ ഫണ്ടില്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടില്ല. ഇത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ ഇവർക്ക് ശാശ്വതമായൊരു സംരക്ഷണം ഉണ്ടാവണം. അതിന് DFO പറഞ്ഞാൽ പോരാ, അത് കലക്ടർ അല്ലെങ്കിൽ കലക്ടർ ഉത്തരവാദിത്തപ്പെടുത്തുന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ആ കാര്യം വന്ന് കൃത്യമായി പറയണം എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞാലും പോരാ, അത് എഴുതി തരണം എന്നതാണ് അവരുടെ ഡിമാൻഡ്. അത് വളരെ ന്യായമാണ്. അത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏതൊരറ്റം വരെ വേണമെങ്കിലും അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ തീരുമാനം ഉണ്ടായിട്ടേ ബോഡി എടുക്കുന്നുള്ളൂ എന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം? ഞങ്ങൾ ഉച്ചക്കുളം കോളനിയിലുള്ളത്. ഈ കോളനിയിൽ പട്ടാപ്പകൽ പോലും ആനയുടെ വിളയാട്ടാണ്. രാത്രി ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ കോളനിവാസികൾ ഈ ആനയുടെ വലിയ ഭീഷണിയിലാണ്. പക്ഷെ അവർക്ക് പ്രാഥമികമായി സംരക്ഷണം ഒരുക്കാൻ ഇവിടെ ട്രെഞ്ചിങ് ഇല്ല, ഫെൻസിംഗ് ഇല്ല. അടിയന്തരമായി ഇവിടുത്തെ കോളനികൾ വാസികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അടിയന്തരമായി അവർക്ക് ഈ കോളനിക്കകത്ത് കാട്ടാന വരാതെ ഇവിടെ ജീവിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കണം. അതാണ് ഇവരുടെ ഏറ്റവും പ്രാഥമികമായ മിനിമം ഡിമാൻഡ്. ഞങ്ങൾ അതിനോടൊപ്പമാണ്. വനം വകുപ്പ് കിഫ്ബിയുടെ ഫണ്ടുണ്ട്, ആ ഫണ്ടുണ്ട്, ഈ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞ് 2-2.5 വർഷമായി ഇത് വലിച്ച് നീട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പോലും DFO ഉറപ്പ് നൽകിയാലും DFO നിരന്തരമായി തന്ന ഉറപ്പ് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ല ഉത്തരവാദിത്തപ്പെട്ട സബ് കളക്ടർമാർ ഇവിടെ നേരിട്ട് വന്ന് ഈ ഉറപ്പ് കൊടുത്ത്, രേഖാമൂലം ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ബോഡി ഇവിടുന്ന് മാറ്റാൻ കോളനിയിലെ ഇതിന്റെ കുടുംബാംഗങ്ങൾ സമ്മതിക്കുള്ളൂ. ആ സമരത്തോടൊപ്പമാണ് ഇവിടെ ട്രെഞ്ചാണ് ഇവിടെ നിർബന്ധമായിട്ട് ഇവിടെ വേണ്ടത്. ഇവര് ഞങ്ങൾ ഇപ്പൊ എന്റെ തലമുറ, എന്റെ അമ്മനച്ഛന്മാരുള്ള കാലത്ത് ഇവരോട് പറഞ്ഞ വർത്തമാനം ഇവിടെ ട്രെഞ്ച് കെടുത്തരാം, മതിൽ കെടുത്തരാം വന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇതുവരെ ഒന്നും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അല്ല അതെ, അല്ലാതെ പിന്നെ ആ ഇത് കഴിഞ്ഞാൽ പിന്നെ പോലും ഇങ്ങോട്ട് പരിസരത്തേക്ക് വരൂല. അങ്ങനെയാണ് പോലെ പരിപാടി. കളക്ടർ വന്നിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ളത്. അതെ അതെ അതെ, കളക്ടർ വന്നിട്ട് അതിനെ തീരുമാനം തന്നത് അതാണ് ഇപ്പൊ ഞങ്ങളെ നിർബന്ധം. ഇത് തന്നെ. അതെ. ഇവിടെ എത്ര കുടുംബങ്ങളെ താമസിക്കുന്നത്? ഞങ്ങളിവിടെ ഒരു 32 കുടുംബം ഉണ്ടാവും. എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ഇരിക്കണം. അതെ അതെ. ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതോടൊപ്പം ഇവര് ഈ കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചിട്ടാണ് ഉപജീവനമാർഗം നടത്തുന്നത്. അപ്പൊ ആ മരിച്ച കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ ആ കുട്ടിക്കൊരു ജോലി സർക്കാരിന്റെ വക അത് കൊടുക്കണം. അതൊക്കെയാണ് ഇവരെ ഒരു ഡിമാൻഡായിട്ട് പറയാനുള്ളത്. ഇങ്ങനെ രാവിലെ സംഭവം ഉണ്ടായതെന്ന് രാവിലെ പോത്തിനെ കൊണ്ട് പോയത് നോക്കണം. പോത്ത് രാവിലെ പാർച്ച് കഴിച്ചു വിട്ടപ്പം കാട് കയറി പോയപ്പം പോത്തിനെ തെളിച്ചു കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അല്ല അതിന്റെ ഭർത്താവുണ്ട്, 5 ആളുണ്ടായിരുന്നു. അതിൽ ബാക്കിലാര് വീണത് ഇതാണ്. അങ്ങനെ പാവപ്പെട്ട കുടുംബമാണ്. പാവപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും 3 മക്കളും, 2 പെൺമക്കളും, 1 ആൺകുട്ടിയുള്ളത്. അതിൽ ഭർത്താവിന് സുഖമല്ല.
ഈ കുടുംബത്തിനെ സംരക്ഷിച്ചിരുന്നപ്പോൾ ഈ മരിച്ചായി കിടക്കുന്ന ഈ സരോജിനി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവർ ആടിനെ മേച്ചും പോത്തിനെ മേച്ചുമാണ് ജീവിക്കുന്നത്. പണ്ടത്തെ പോലെ വനവിഭവങ്ങൾ ഇവർക്ക് കിട്ടണില്ല. വനത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല. ഈ വനാവകാശ നിയമമൊക്കെ ഇവരെ പോലുള്ള വലിയ പ്രതിഷേധമാണ് കോളനിയിൽ ഉണ്ടാവുന്നത്. മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നതാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സജിത്ത്, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇപ്പോൾ ഇവിടെ ഉച്ചക്കുളം കോളനിയിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അവരാവശ്യപ്പെടുന്നത് വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷ നൽകുന്നതിന് ശാശ്വതമായ സംവിധാനങ്ങളാണ് വേണ്ടത്. ഈ ഒരു പ്രദേശം നിൽക്കുന്നത് വനത്തിനുള്ളിലാണ് എന്ന് തന്നെ പറയാം. പുറം ലോകത്തേക്ക് 2.5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്യജീവി ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ കോളനിക്ക് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കുക, അതായത് കാട്ടാനയ്ക്കും മറ്റു വന്യമൃഗങ്ങൾക്ക് ഇറങ്ങി കയറാൻ കഴിയാത്ത രീതിയിലുള്ള ട്രഞ്ച് നിർമ്മിക്കുക, വൈദ്യുതി വേലി നിർമ്മിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം. അതുപോലെ മരിച്ച ഈ സരോജിനിയുടെ കുടുംബത്തിന് സർക്കാരിന്റെ സഹായം വേണം. അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ, അവരുടെ ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ സബ് കളക്ടർ എത്തി അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ള സബ് കളക്ടർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം മഞ്ചേരിയിലേക്കോ നിലമ്പൂരിലേക്കോ ആയിരിക്കും കൊണ്ടുപോകുക എന്നാണ് അറിയാനാകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കുടുംബം, ആദിവാസി സ്ത്രീയുടെ മരണം, അതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്.